ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന് പൊതുവെയും ഇടതുപക്ഷ സർക്കാരിന് പ്രത്യേകിച്ചും ഏറ്റ കനത്ത തിരിച്ചടി ഇതിനോടകം തന്നെ പരക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രത്യക്ഷമായും പരോക്ഷമായും നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരായിട്ടും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി സർക്കാരിന് വിരുദ്ധമായിട്ടുമാണ്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും പ്രവർത്തന ശൈലിയുമാണ് ഈ പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങളെന്ന് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പറഞ്ഞും പറയാതെയും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കിട്ടുന്ന ആഘാതത്തിന്റെ ആഴം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് CPM ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന കടുത്ത ആക്ഷേപമാണ് സർക്കാരിനെതിരായി, ആഭ്യന്തര വകുപ്പിനെതിരായി, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയനെതിരായി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകിക്കൊണ്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നടക്കുന്ന ഗൂഢ നീക്കങ്ങളാണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്തും പൊതുസമൂഹത്തിലും വളരെ ശക്തമായ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത്. എത്ര കുടിലമായ തന്ത്രങ്ങളാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അക്കമിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വിവരിക്കുമ്പോൾ കാര്യമായ ഫലപ്രദമായ മറുപടി പറയാൻ കഴിയാതെ പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയും ഒളിച്ചു മാറുകയുമാണ്. തൊടുന്യായം പറഞ്ഞ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനാണ് എന്ന് പറഞ്ഞ് അസംബ്ലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അദ്ദേഹം ഉത്തരം പറയാനുള്ള ചുമതല എക്സൈസ് മന്ത്രിയെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചപ്പോൾ സർക്കാർ പറയേണ്ടതായ മറുപടി ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു എന്നും അസാധാരണമായ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹവും കുറെ സമയത്തേക്ക് നിയമസഭാംഗങ്ങളെ നേരിടാൻ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ കഴിയാതെ മാറി നിൽക്കുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രിമിനൽ കേസിലെ പ്രതികളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി മറികടന്നുകൊണ്ട് ജയിലിൽ നിന്ന് മോചിതരാക്കാൻ നടത്തുന്ന ഹീനമായ വില കുറഞ്ഞതായ തന്ത്രങ്ങൾ. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് പുറത്ത് വിടേണ്ടതായിട്ടുള്ള പ്രതികളുടെ പട്ടിക സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ പട്ടികയിൽ വളരെ തന്ത്രപരമായി ഉൾപ്പെടുത്തിയത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 4 പ്രതികളെയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിന് വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചപ്പോൾ യാതൊരു കാരണവശാലും ഈ വധക്കേസിലെ പ്രതികളെ 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകിയോ മറ്റെന്തെങ്കിലും കാരണത്താലോ ജയിലിൽ നിന്ന് പുറത്തയക്കാൻ പാടില്ലെന്ന് വളരെ ശക്തമായ ഭാഷയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് അവഗണിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി തന്ത്രപരമായി ഈ ജയിൽ സൂപ്രണ്ടിനോട് സമ്മർദ്ദം ചെലുത്തി ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്താനായി ആവശ്യപ്പെട്ടത്. നിസ്സഹായനായിട്ടുള്ള കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഈ പട്ടിക അയച്ച കാര്യം പുറത്തു വന്നപ്പോൾ സംഗതി ആകെ പുലിവാല് പിടിച്ച മട്ടായി CPM-ന്. CPM പറഞ്ഞു, അങ്ങനെ അഥവാ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അന്തിമമായ തീരുമാനമെടുക്കുമ്പോൾ ഇവരെ ഒരു കാരണവശാലും പുറത്തു വിടുകയില്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ തുടങ്ങി, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ തുടങ്ങി. ബഹുമാനിയായ ശ്രീമതി KK രമ നിയമസഭയിൽ അംഗമാണ്, ശ്രീ TP ചന്ദ്രശേഖരന്റെ ഭാര്യയുമാണ്. അവർ ഈ വിഷയത്തിൽ അക്കമിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തക്കതായ മറുപടി പറയാതെ ഇപ്പോഴും മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. എന്തൊരു ഹീനമായ രാഷ്ട്രീയ സദാചാരമില്ലായ്മ, ധാർമ്മികതയില്ലായ്മയാണ് ശ്രീമാൻ
പിണറായി വിജയൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്തും കേരളത്തിൽ ഇനിയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനകൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും ധിക്കാരവും ഒഴിഞ്ഞുകിടക്കുന്ന കേരളത്തിന്റെ ട്രഷറികളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ധൂർത്തും ധാരാളിത്വവും കാട്ടി ഏതാണ്ട് ഒരു പരുവത്തിലാക്കി ഇപ്പോൾ കേരള സംസ്ഥാനത്തെ. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇത്രയും കടുത്ത ആരോപണങ്ങൾ വ്യക്തിപരമായും അല്ലാതെയും നേരിടേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തുവിടുന്നതിൽ പാർട്ടി നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് ഖണ്ഡിതമായി ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നിരപരാധികളായ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ തങ്ങളുടെ വികൃതമായ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനോടകം തന്നെ പരിഹരിക്കാനാവാത്ത തരത്തിൽ സർക്കാരിൻ്റെ നടപടികളൊക്കെയും കടുത്ത വിമർശനത്തിനും ആക്ഷേപത്തിനും വിധേയമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ്, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് ഈ പരാജയങ്ങൾക്കെല്ലാം കാരണമെന്ന് നേതാക്കൾ ഉൾപ്പെടെ, സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ ഉൾപ്പെടെ പറയുമ്പോൾ അത് ചെവിക്കൊള്ളാനോ അതിനനുസരിച്ച് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താനോ ഇന്നും ശ്രീ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ദുരവസ്ഥ, ഈ സർക്കാരിന്റെ ദുരവസ്ഥ. എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാനായി കഴിയുമെന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ജനമനസ്സിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടി അകന്നു പോയിരിക്കുന്നു എന്നതാണ് പച്ചയായ പരമാർത്ഥം. ജനങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയാത്ത ഒരു പാർട്ടിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരം താഴുമെങ്കിൽ അതിൻ്റെ ഭാവി പശ്ചിമ ബംഗാളിലെ, ത്രിപുരയിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായത് തന്നെയാകും എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കോടതി വിധി അവഗണിച്ചുകൊണ്ട് പുറത്തുവിടാൻ അവർ ശ്രമിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കൊലക്കേസ് പ്രതികളെ, ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന പ്രതികളെയാണ്, കൊലക്കേസ് പ്രതികളെയാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തുവിടാനായി ശ്രമിക്കുന്നത്. ഈ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഇങ്ങനെ കാറ്റിൽ പറത്തുവാൻ അധികാരത്തിലിരിക്കുന്ന സർക്കാർ മുൻകൈ എടുക്കുമ്പോൾ അവർ അധികാരത്തിലിരിക്കാൻ ധാർമ്മികമായി അവകാശപ്പെട്ടവരാണോ എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള ശക്തമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം വളരെ ഗൗരവത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇതിന് വ്യക്തമായ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമസഭയുടെ തുടർന്നുള്ള സമ്മേളനങ്ങളും പ്രക്ഷുബ്ധമായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. കേരളത്തിലെ പൊതുസമൂഹവും ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ അപജയത്തിലേക്ക് പോവുകയാണ്, ജീർണതയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് പരമമായ സത്യം. എന്താണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാതെ പോകുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം? ഈ നിരപരാധികളായ ഉദ്യോഗസ്ഥർ സ്വയം ചെയ്തു എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും അത് വിശ്വസിക്കുകയില്ല. സർക്കാരിൻ്റെ നേരിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ഈ കൊലക്കേസ് പ്രതികളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അവിടെയാണ് ഒരു സർക്കാരിൻ്റെ ഈ തരത്തിലുള്ള ഭരണഘടനാപരമായ ലംഘനം കൂടെ പുറത്തു വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി മറികടക്കാൻ ഏത് സർക്കാരിനാണ് അവകാശമുള്ളത്? അപ്പോൾ ഇവിടെ ഈ രാഷ്ട്രീയ തടവുകാർ എന്ന വ്യാജേന കൊലക്കേസ് പ്രതികളെ പുറത്തുവിട്ട് കണ്ണൂർ ജില്ലയിൽ നിലവിലിരിക്കുന്ന സമാധാനം കൂടി നഷ്ടപ്പെടുത്തുന്ന
രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന തിരിച്ചറിവ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊതുവെയും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നതായ പിണറായി വിജയന് പ്രത്യേകിച്ചും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്ന് പുതിയ പുതിയ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്. അവിടുത്തെ പ്രമുഖനായ ഒരു നേതാവിന്റെ മകനെ കുറിച്ച് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ച ഒരാൾ തന്നെ പാർട്ടിക്ക് പുറത്തു വന്നതുകൊണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഏടാകൂടത്തിലാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്ന് ചാടാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയും നിലപാട് വ്യക്തമാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി മുന്നോട്ട് വരണം. ഈ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കാര്യങ്ങൾ വ്യക്തമായി അല്ലെങ്കിൽ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നില്ല എങ്കിൽ കൂടുതൽ തിരിച്ചടികൾ വരും ദിവസങ്ങളിൽ പാർട്ടിക്കും ശ്രീ പിണറായി വിജയനും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.